ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ പറുദീസ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കൊത്തി കൊടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും, ഒരു 4 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഒരു 2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും, പക്ഷെ അത്ര എരിവ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ വിനേഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. വിനേഗർ ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ അതുപോലെ തന്നെ തൈരൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ടൊരു 4 ടീസ്പൂൺ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഓയിലാണ് നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തുന്ന രീതിക്ക് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞതും 1 മണിക്കൂറെങ്കിലും നമ്മളിതിനെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ വെക്കും തോറും നമുക്കിതിനുള്ള ടേസ്റ്റ് കൂടും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് സൈഡും വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കിട്ടണ വരെ നമ്മൾ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം വേവിക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിക്കന് കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുക കേട്ടോ. ചിക്കൻ വെന്തെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 20 to 30 കാഷ്യൂനട്ട് സോക്ക് ചെയ്തിട്ടുള്ള പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ ഗ്രേവിയുടെ കൂടെ ഈ കാഷ്യൂനട്ട് മിക്സായി എന്നുള്ളത് നന്നായിട്ട് നോക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിനി ഇതിങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ പറുദീസ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയും അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഡിഷാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പറുദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.